ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ വിത്തെന്നല്ല, ഈ പയറിനെ തുവരയ്ക്ക അല്ലെങ്കിൽ തൊമരയ്ക്ക എന്നൊക്കെയാണ് ഞങ്ങളിതിനെ പറയാറ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ മലയിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത്, അതായത് നെല്ല് വിത്ത് വിതച്ച് നെല്ല് മുളച്ച് വരുന്ന കൂടെ ഇതും നടുവായിരുന്നു. അപ്പോൾ നിറയെ കായ ഉണ്ടാകും കേട്ടോ. ഇപ്പോഴും ഉണ്ട്, പലയിടങ്ങളിലും ഇതുണ്ട്. പച്ചയ്ക്ക് തോരൻ വയ്ക്കാനും നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണക്ക നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഞാൻ കറി വെക്കുന്ന വിധം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് ഇപ്പോഴത്തേനും ഇതുണ്ട്, കുതിർന്ന് വരുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി 2-3 പ്രാവശ്യമൊക്കെ കഴുകി എടുക്കുവേ. പണ്ടൊക്കെ നമ്മൾ ചട്ടിയിൽ വിറകടുപ്പിലോട്ട് അങ്ങ് വെക്കുകയാണ്. രാത്രി ഇത് വിറകടുപ്പിലേക്ക് വെച്ച് തിളച്ച് കഴിയുമ്പോൾ നല്ലപോലെ തീ വിട്ട്, നല്ല തീ കനൽ കാണും, തീ കൂട്ടിയിട്ടിട്ട് അങ്ങ് കിടക്കും. രാവിലത്തേക്ക് നന്നായിട്ട് വെന്ത് ഇരിക്കും. ഇപ്പം നമ്മളെല്ലാം കുക്കറിനകത്തേക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് കുക്കറിനകത്തൊരു 2-3-4 വിസിലടിക്കുമ്പോഴത്തേക്കും വെന്തു കേട്ടോ. കുതിർത്തിട്ട് വെക്കുന്നതുകൊണ്ട്, കുതിർക്കാതെ വെച്ചാൽ കുറച്ച് പാടാണ്. അന്ന് പണ്ടൊക്കെ ഇങ്ങനെ അത്ര ബുദ്ധിയും ബോധമൊന്നും നമുക്കില്ലല്ലോ. അന്ന് കുതിർപ്പൊന്നുമില്ല, നേരിട്ട് ചെയ്യുമായിരുന്നു. നേരിട്ട് അടുപ്പത്തോട്ട് കൈ വാരി വെക്കലായിരുന്നു. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്ത് കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ടങ്ങ് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ച് സവോള അരിഞ്ഞിട്ട്, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. കുറച്ച് ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ കൂടെ ഇട്ട് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കും. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് ഇടും. കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. ഇങ്ങനെ മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്, ഒലത്തിയെടുക്കുക. ഇങ്ങനെ ഒലത്തിയെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഏറ്റവും രുചി, ഭയങ്കര രസമാണ് ഇങ്ങനെ വെക്കുമ്പോൾ. കുരുമുളകാണ് ഇതിനകത്ത് കൂടുതൽ ഇട്ട് വെക്കുന്നത് കേട്ടോ. പച്ചമുളക് ഒരു പേരിന് ഞാൻ ഇടുകയുള്ളേ. ഇച്ചിരി ഇടിച്ച മുളക് ഇരിപ്പുണ്ട്, പച്ചമുളകില്ലാത്തതുകൊണ്ട് ലേശം അതൊക്കെ ഒരു പേരിന് മാത്രം വെക്കുന്നതാണ്. കുരുമുളക് പിന്നെ ഇത്ര എണ്ണയിലിട്ട് ഇത്രയിട്ട് വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ അങ്ങ് ഇട്ടാലും മതി കുരുമുളക്. എന്നിട്ട് അതിനകത്തേക്ക് പിന്നെ വേവിച്ച് വെച്ച് തൊമരയ്ക്കാനെ ഇട്ടു. ഇത്തിരി മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഉപ്പ് വീണ്ടും ഇട്ട് സെറ്റാക്കി എടുത്തിട്ട് ഒരു ചെറിയ വെള്ളത്തിൽ വേണം എടുക്കാനേ. അത് തണുത്ത് വരുമ്പോഴത്തേനും ആ വെള്ളം വല്ലാണ്ട് അങ്ങ് കുറുകി പോവേ. തീരെ വെള്ളം വറ്റിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങ് ആയിപ്പോവും, വല്ലാണ്ട് കട്ടിയായി പോവും. അപ്പോൾ ലേശം വെള്ളത്തിൽ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുമ്പോൾ ലേശം വെള്ളം വേണം, അത്ര തന്നെ. ഇതിൻ്റെ വെള്ള വിത്തുണ്ട് കേട്ടോ. ഇത് തന്നെ വെള്ളത്തുവരയ്ക്കയും നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇപ്പം അത്ര അധികം കാണുന്നില്ല. കറിയായ സ്ഥിതിക്ക് കുറച്ച് ചൂട് ചോറങ്ങ് കഴിക്കാം. ഈ ചൂട് ചോറിന് ഈ തുവരയ്ക്ക ഒരു തോരൻ മാത്രം മതി കേട്ടോ. തേങ്ങ ഇട്ട് തോരൻ വെക്കാം. ഇതിപ്പോൾ ഒലത്തി എടുത്തെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് വെട്ടുമാങ്ങ ഇട്ടതാണ്. പിന്നെ ഒരു കഷ്ണം മീനും കൂടെ വെച്ച് അടിപൊളി ഊണാണ്. പിന്നെ ഇതാ ഞാനൊരു കുഞ്ഞു വീഡിയോയും കൂടി ആ കൂടെ ചേർത്തിരിക്കുകയാണ്. കുറച്ച് ചേമ്പ് പുഴുങ്ങിയതാണ്. ഇതിപ്പോൾ കുഞ്ഞി ചട്ടിയിൽ, ഇത് സ്റ്റൗവിലാണ് വെച്ചത്. അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണെങ്കിലും നല്ലതാണ്. ഇപ്പോഴത്തെ പിള്ളേർ ഈ ചേമ്പൊക്കെ തീറ്റയൊക്കെ ഭയങ്കര മടിയല്ലേ. അവർക്കൊന്ന് കാണാനും കൂടിയാണ് ഞാനിത് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് വെള്ളത്തിലേക്കിട്ട് കുറച്ച് നേരം കുതിർന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ചെളിയെല്ലാം കൂടെ ഇളകും. നന്നായിട്ട് 2-3 പ്രാവശ്യം വൃത്തിക്ക് തിരുമ്മി കഴുകിയെടുത്തിട്ട് ഇങ്ങനെ മുഴുവനോടെ അങ്ങോട്ട് പുഴുങ്ങുക. എന്നിട്ട് കുറച്ച് വേവാനായി കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കുറച്ച് സമയം കൂടെ തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുത്തി നോക്കി അറിഞ്ഞ് വാങ്ങിയെടുക്കാം. പിന്നെ പൊട്ടിപ്പോവാതെ എടുക്കുന്നതാണ് വൃത്തിയായിട്ടിരിക്കുന്നത്, രുചി കൂടുതലുവേ. അപ്പോൾ വെറുതെ ഇതിനെ ചുരണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വേവിക്കുമ്പോഴത്തേനും അതിൻ്റെ ടേസ്റ്റൊക്കെ കുറഞ്ഞു പോകും. ഇതെന്ന് പറയുമ്പോൾ അടിപൊളിയാട്ടോ. പിന്നെ 2 കാന്താരിയും ചുവന്നുള്ളി, വേണമെങ്കിൽ ഒരു വെളുത്തുള്ളി, ഉപ്പുമൊക്കെ കൂടെ വെച്ചതുപോലെ ഇങ്ങോട്ട് ഇടിച്ച് ചേർന്നിട്ട് ഒരു ചമ്മന്തി കൂടി ആക്കി കഴിക്കാൻ ബഹുകേമം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് വേറെ ഒത്തിരി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോകൾ ഇനിയും വേറെ കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ ഒന്ന് ലൈക്ക് കമൻറ്റും ഒക്കെ ചെയ്യും കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. നിങ്ങളിതൊക്കെ ഒന്ന് കമൻറ്റും ലൈക്കൊക്കെ ഇടുമ്പോൾ യൂട്യൂബ് നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് പലരും, പക്ഷേ അതിനൊരു കമൻ്റായിട്ടൊന്നും ഇടത്തില്ല, ലൈക്കുകളൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.